40 ഏക്കറാണ് നീളം എന്ന് പറയുമ്പം ഒരു ആദ്യത്തെ ഫസ്റ്റ് കണ്ടം രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തെ കണ്ടത്തിന്റെ പകുതി വരെ കാണും. കഴിഞ്ഞ വർഷത്തെ പടം വരച്ചപ്പോ ഇവിടെ എല്ലാം തീ എത്തിപ്പോയായിരുന്നു. അതിന്റെ അളവിന് ചെയ്യുന്നത് ബുക്കിനകത്ത് ഇതെല്ലാം എഴുതും. കണ്ണ് ദേ ഈ ഭാഗത്താണ് വരുന്നത്. താടിയുടെ ഭാഗം അവിടുന്ന് കുറച്ച് നീങ്ങി ആ വള്ളം കിടക്കുന്ന ആ ഭാഗത്തായിട്ട് വരും. ആ ഭാഗത്തായിട്ട് വരും. അതെ. ഇതിപ്പം നമ്മുടെ പ്രേക്ഷകർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോൾ മനസ്സിലാകത്തില്ല. അറിയില്ല. ഈ ഒരു ഹെലിക്യാമിന്റെ വിഷ്വൽ കാണുമ്പം മനസ്സിലാവും ഈ കലാകാരന്റെ ആ ഒരു കഴിവ് എന്തോ ആണെന്ന്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് ആലപ്പുഴ ജില്ലയിൽ ചെന്നിത്തലയിലാണ്. ഒരു പാടത്തിന്റെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇങ്ങനെ ഇരിക്കാനായിട്ടുള്ള കാരണം എന്ന് പറയുമ്പം ഈ പാടത്തിൽ ഒരു രാജാവ്, ദുബായ് ഭരണാധികാരി ഒളിഞ്ഞിരിപ്പുണ്ട്. അതായത് ഈ ചേട്ടൻ വരച്ച് പൂർത്തീകരിക്കാൻ ഒരുങ്ങുന്ന ദുബായ് ഭരണാധികാരിയുടെ മനോഹരമായിട്ടുള്ള ചിത്രം നിങ്ങളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഇതൊരു പാടശേഖരമായിട്ട് നിങ്ങൾക്ക് തോന്നത്തുള്ളൂ. പക്ഷേ ഇത് ഹെലി പറത്തി മുകളിൽ നിന്ന് കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ഈ ചേട്ടൻ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ട്രൈ ചെയ്യുന്നതാണ്. പലരുടെയും ചിത്രങ്ങൾ ഇതുപോലെ ഈ ഒരു കൊയ്തു വരുന്ന പാടത്തിൽ അത് കരിക്കുമല്ലേ ചേട്ടാ? അതെ, കരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി നോക്കും. അതിന് കൂട്ടെന്ന് പറയുന്നത് ജെഫിനാണ്. ജെഫിൻ്റെ മാമനാണ് കേട്ടോ. അപ്പം എന്താണെങ്കിലും ഇവരുടെ വിശേഷങ്ങൾ നമുക്കൊന്ന് കാണാം. വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ദുബായ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും. ഇത് ഫിനിഷ് ചെയ്തതിനു ശേഷമാണ് മഴ ഇപ്പോൾ തുടങ്ങിയത് അല്ലേ? ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല, എന്നാലും ഒരു 90% ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞു. ഞാൻ ചോദിക്കട്ടെ രാജു ചേട്ടാ, നമ്മുടെ ചിത്രത്തിന്റെ ആ ഒരു നീളവും വീതിയും എവിടം വരെ വരും ഒന്ന് കാണിച്ചു തരാമോ? നീളം എന്ന് പറയുമ്പം ഇവിടുന്ന് ഈ ഒരു ആദ്യത്തെ ഫസ്റ്റ് കണ്ടം രണ്ടാമത്തത് മൂന്നാമത്തത് നാലാമത്തെ കണ്ടത്തിന്റെ പകുതി വരെ കാണും. അതായത് ഒരു 3/4 കിലോമീറ്ററോളം ഉണ്ട് നീളം. ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഈ ഒരു പാടത്ത് ഈ ഒരു ആശയം എനിക്ക് തോന്നുന്നു ചേട്ടനായിരിക്കും ചെയ്യുന്നത്. വേറെ അങ്ങനെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. ഇത് ഹെലിക്യാം പറത്തി നോക്കുമ്പോഴേ കറക്റ്റ് നമുക്ക് അതിന്റെ വിഷ്വല് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. അത് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്തു ഈ ഒരു ചിത്രത്തിലേക്ക് ആ താടിയും കണ്ണും ആ ഭാഗമൊക്കെ? അത് നമ്മൾ 3x4 ഒരു ഫ്ലെക്സ് ബോർഡ് ആദ്യം അത് ഫോട്ടോ എടുക്കും. എന്നിട്ട് പിന്നെ അതിനെ ഡിവൈഡ് ചെയ്യും. അത് ഡിവൈഡ് ചെയ്യുന്നത് അതിനെ 3x4 ചിത്രം എടുത്തിട്ട് അതിനെ ഒരു 2800 സ്ക്വയറിൽ ഡിവൈഡ് ചെയ്യും. എന്നിട്ട് പിന്നെ അതിൻ്റെ കണക്കും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ഈ ലൈൻ ബ്ലാക്ക് ഷെയ്ഡ് വരുന്നിടത്ത് നമ്മളത് മാർക്ക് ചെയ്തിട്ട് അത് ബുക്കിലോട്ട് പകർത്തും. ആദ്യം ബുക്കിലോട്ട് പകർത്തിട്ട് പിന്നെ ബുക്കിൽ നിന്ന് നോക്കിയിട്ട് നമ്മൾ കണ്ടത്തിൽ പിന്നെ ഒരു സ്കെയിൽ ഉണ്ടാക്കും. അതായത് 20 അടിയുടെ ഒരു സ്കെയിൽ, 20 അടി 4 സൈഡും 20 അടി സ്ക്വയറിലുള്ള ഒരു സ്കെയിൽ എടുത്തിട്ട് ആ സ്കെയിലിനകത്ത് ബുക്കിൽ പകർത്തിയിരിക്കുന്നത് കണക്കെഴുതി അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സ്കെയിൽ ഒരുപാട് തവണ വെക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലേ? ഒരു 3000 പ്രാവശ്യത്തോളം പൊക്കുകയും താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല. കാരണം ഇവിടെ നിന്ന് നമ്മുടെ ദൃഷ്ടിയിൽ കാണുന്ന പോലെയല്ല. നമ്മൾ കറക്റ്റ് ഹെലിക്യാം പറത്തി നോക്കുമ്പം ഈ ഓരോ പോർഷനും അദ്ദേഹത്തിന്റെ എന്താ പറയണ്ടേ ഓരോ ഭാഗങ്ങളാണ്. കണ്ണൊക്കെ എന്ന് പറയുന്നത് ഏത് ഭാഗത്താണ് വരുന്നത്? കണ്ണ് ദേ ഈ ഭാഗത്താണ് വരുന്നത്. ആ ഭാഗത്താണ് കണ്ണ് വരുന്നത്. അവിടെ തന്നെ ആ ഒരു ചിത്രത്തിൽ ചേട്ടൻ നിൽക്കുന്ന ഒരു ഇത് കാണാൻ പറ്റും, ഹെലി പറത്തിയപ്പോ അല്ലേ നിൽക്കുന്ന. അതുപോലെ ഈ താടിയുടെ ഭാഗമൊക്കെ എവിടെയാണ്? താടിയുടെ ഭാഗം അവിടുന്ന് കുറച്ച് നീങ്ങി ആ വള്ളം കിടക്കുന്ന ആ ഭാഗത്തായിട്ട് വരും. ഏറ്റവും ആദ്യം കഴിഞ്ഞ വർഷത്തെ പടം വരച്ചപ്പോ ഇവിടെ എല്ലാം തീ എത്തിപ്പോയായിരുന്നു. ആ സമയത്താണ് ഞാൻ മാമന്റെ കൂടെ വരുന്നത് പടം വരയ്ക്കാൻ. അത് അതിന്റെ രണ്ടാമത്തെ പടം കഴിഞ്ഞ വർഷം തന്നെ വരച്ചായിരുന്നു. അത് ചെറുതായിരുന്നു, പക്ഷെ സമയമില്ലായിരുന്നു. അതുകൊണ്ട് വെള്ളം പെട്ടെന്ന് കയറിപ്പോയി അല്ലേ? അങ്ങനെ അത് ചെയ്യാൻ പറ്റിയില്ല. അത് കഴിഞ്ഞിട്ട് മാമൻ എന്നെ വിളിച്ചു. ജെഫിന്റെ മാമനാണ് ഇതല്ലേ? അപ്പോ ഞാനും വന്നിട്ട് ഈ പടം ചെയ്തു. രണ്ടുപേരും കൂടെ നന്നായിട്ട് കഷ്ടപ്പെട്ടു അല്ലേ? ഫസ്റ്റ് ചെയ്യുന്നത് മദർ തെരേസ, അബ്ദുൽ കലാം സാർ, അത് കഴിഞ്ഞ് ബോബി ചെമ്മണ്ണൂർ, മേജർ രവി, അദ്ദേഹത്തിന്റെ ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇത് ശരിക്കും എല്ലാം ഫിനിഷ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ മഴ പെയ്യുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും അല്ലേ? തീർച്ചയായും. ഇവിടെ ഒരുപാട് സമയം കിട്ടത്തില്ല നമുക്ക്. ഒരു മാസത്തിനുള്ളിൽ ഉള്ള സമയമേ ഉള്ളൂ. അതായത് കൊയ്തു വരുന്ന ഒരു പാടത്തിലാണ് ഇത്. അതെ. ഇവിടെ രണ്ടാം തീയതി വണ്ടി ഇറങ്ങി, കൊയ്യാനുള്ള വണ്ടി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് ഞാൻ 4-ാം തീയതി ഒക്കെ ആയപ്പോഴത്തേക്ക് വർക്ക് തുടങ്ങി. എന്നിട്ടും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. അതിന് മുൻപേ മഴയും വെള്ളമൊക്കെ ആയി. ഗിന്നസ് വേൾഡ് റെക്കോർഡിന് വേണ്ടിയാണ് ഞാൻ പ്രയത്നിക്കുന്നത്.
പക്ഷേ ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. പൂർത്തീകരിക്കും ഭാവിയിൽ കേട്ടോ. എല്ലാവിധ ആശംസകളും നേരുകയാണ്. കാരണം ഇത് വ്യത്യസ്തമായിട്ടുള്ള ഒരു കഴിവാണ്. നമ്മുടെ നാടിൻ്റെ ഈ ഒരു കുട്ടനാട് ഭാഗമാണ്, ഇത് അപ്പർ കുട്ടനാട് ഭാഗമാണ്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ ഈ കൊയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു ആശയം, അതായത് കൊയ്തു വരുന്ന ആ ഒരു കറ്റയുടെ ഭാഗത്തായിട്ട് ശരിക്കും വരച്ചെടുക്കുക, അതൊരു പ്രയാസകരമായിട്ടുള്ള പരിപാടിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 40 ഏക്കറാണ്, 40 ഏക്കർ വലിപ്പത്തിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പ്രവാസി സുഹൃത്തുക്കളുണ്ട് കേട്ടോ. ഇങ്ങനൊരു കഴിവ് ഞാൻ വേറെ ആരെങ്കിലും കണ്ടിട്ടില്ല. കാരണം ഇത് ഒരുപാട് ദിവസത്തെ കഷ്ടപ്പാടാണ് ഈ ഒരു വയലിൽ ഇങ്ങനൊരു പടം ചെയ്യുക എന്നുള്ളത്. ഇപ്പം ഞാൻ നോക്കിയാൽ പോലും എനിക്കത് വ്യക്തമാകത്തില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ ചേട്ടൻ ഈ താഴെ നിന്ന് ആ പടം എല്ലാം ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഇതിന് കൃത്യമായിട്ട് കാണണമെങ്കിൽ മുകളിൽ ഹെലി പറത്തി നോക്കുകയും വേണം. അപ്പം നമ്മുടെ പ്രിയപ്പെട്ട പ്രവാസി സുഹൃത്തുക്കൾ ഈ ഒരു വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. ഈ ചേട്ടൻ്റെ കഴിവ് നമ്മുടെ രാജാവിലേക്ക്, ദുബായ് ഭരണാധികാരിയിലേക്ക് എത്തണം. കാരണം ഒരുപാട് നല്ല കഴിവുള്ളൊരു വ്യക്തിയാണ് കേട്ടോ. ഒരുപാട് പേരുടെ ചിത്രങ്ങൾ ഇതുപോലെ വരയ്ക്കാൻ വേണ്ടി നോക്കി. അത് ഫിനിഷ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഒന്നെങ്കിൽ മഴ വരും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടാവും. ഈ ഒരു ചേട്ടൻ്റെ കഴിവ് എല്ലാവരും അറിയട്ടെ. അതുപോലെ ജെഫിൻ മോൻ നല്ലൊരു മുത്തോണിയാണ് കേട്ടോ, നന്നായിട്ട് സംസാരിക്കുന്ന ഒരു മോനാണ് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഇവരുടെ വിശേഷങ്ങളാണ് നിങ്ങൾ കണ്ടത്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യണം കേട്ടോ, സപ്പോർട്ട് ചെയ്യണം.